നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ വചനത്തിന് മുമ്പിൽ കർത്താവേ ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങൾ സംസാരിക്കണമേ കർത്താവേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൂത് കേൾക്കുവാനും കർത്താവേ ഞങ്ങൾക്ക് അത് ജീവിതത്തിൽ ചെയ്യുന്നവരെ തീരുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വത്രയിലേശ് കർത്താൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കുറച്ച് വാക്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 9-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വാക്യം. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 9 വേഴ്സസ് 36 to 43. യോപ്പയിൽ പേടമ്മൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരിലൊരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സത്പ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ട്. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കളോളം വരണമെന്ന് അപേക്ഷിക്കാൻ 2 ആളുകളെ അവൻ്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവൻ്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു. തബീതയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ച് വിശുദ്ധന്മാരെയും വിധവന്മാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളെ അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിൽ എങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോൽക്കൊല്ലനായ സീമോൻ എന്ന ഒരുത്തനോട് കൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. ഈ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഷെയർ ചെയ്യാനായിട്ട് എൻ്റെ മനസ്സിലോട്ട് വരാൻ കാരണം, പ്രത്യേകിച്ച് അതിനുള്ള കാരണം തോന്നിയത്, ഒന്നാമത് ഞാൻ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതെൻ്റെ മനസ്സിലേക്ക് ഈ വ്യക്തിയെപ്പറ്റി മനസ്സിലോട്ട് വന്നുകൊണ്ടാണ്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ 3 ദിവസം അടുപ്പിച്ച് പല മരണങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പല മരണങ്ങൾ ഫ്യൂണറലിൽ പോവുകയായിരുന്നു. അപ്പോൾ അതുമെല്ലാം കണ്ടപ്പോൾ അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് അതിന് മനസ്സിലൂടെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന വ്യക്തി തബീത എന്ന ഒരു വ്യക്തിയാണ്, ഒരു ലേഡിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യോപ്പ എന്ന സ്ഥലത്തായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം. യോപ്പ എന്ന് പറയുമ്പോൾ ജെറുസലേമിൽ നിന്ന് 30 മൈൽസ് ദൂരെയുള്ള ഒരു സ്ഥലമായിരുന്നു യോപ്പ എന്നുള്ളത്. അപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീയായിരുന്നു ഈ തബീതയുടെ കുടുംബം അതെങ്ങനെയാണെന്ന് നമ്മളിവിടെ കാണുന്നില്ല. തനിക്കൊരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ തൻ്റെ പേരൻസ് ഉണ്ടായിരുന്നോ, അതോ ഈ സമയത്ത് താൻ വിധവയാണോ, നമുക്കൊന്നും അറിയത്തില്ല. ഈ തബീതയെ പറ്റി വേറെ എങ്കിലും നമ്മൾ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ വേറെ തബീത യോപ്പയിൽ താമസിച്ച വ്യക്തിയായിരുന്നു. അപ്പോൾ ഫിലിപ്പിൻ്റെ ആ ഒരു സുവിശേഷ ഘോഷണം മൂലം ഈ യോപ്പയിൽ അവിടെ ഒരു ചർച്ച് സ്ഥാപിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഫിലിപ്പിലൂടെയോ അല്ലെങ്കിൽ ആ ചർച്ചിൻ്റെ അവിടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കാം തബീത യേശു കർത്താവിനെ അറിയാനിടയായി തീർന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്നുള്ളത്, യേശു കർത്താവിനെ അറിഞ്ഞപ്പോൾ ഈ തബീതയുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നുള്ളത് നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം ഒന്നാമത്തെ വാക്യം നോക്കുകയാണെങ്കിൽ, യോപ്പയിൽ പേടമ്മൻ എന്ന അർത്ഥമുള്ള തബീത എന്ന പേരുള്ള ഒരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. പിന്നെ എന്താണ് താൻ ചെയ്തു പോയിക്കൊണ്ടിരുന്നത് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു തൻ്റെ പ്രവൃത്തികളും എല്ലാം കാണുമ്പോൾ, നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തികൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആ ഒരു സമയത്തെ അവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ സ്വത്തൊക്കെ പൊതുവകയായിട്ട് എണ്ണുന്ന ഒരവസ്ഥയായിരുന്നു. അവർക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി വിൽക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ സഹായമാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തബീത യേശു കർത്താവിനെ അറിയുന്നതിന് മുൻപായിട്ട് ഒരു റിച്ചായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കാം. കാരണം താൻ ഇവിടെ പറയും തന്നെപ്പറ്റി വളരെ സൽപ്രവൃത്തിയിൽ ധർമ്മങ്ങൾ ചെയ്തു പോകുന്നവരായിരുന്നു. അപ്പോൾ താൻ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ തനിക്ക് നല്ല പ്രൊഫഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ താൻ ഒരു സാമ്പത്തികമായിട്ട് നല്ലൊരു അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നായിരിക്കാം. അതുകൊണ്ട് താൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനോഭാവം തന്നിലുണ്ടായിരുന്നു. അപ്പോൾ താൻ മരിച്ചുപോയി.
താൻ അസുഖം വന്ന് താൻ അവിടെ മരിച്ചു പോയപ്പോൾ അവിടെ അവിടെ നമ്മൾ ആ 39-ാം വാക്യത്തിൽ നമുക്കിവിടെ കാണുന്ന ഒരു കാര്യം, തബീത ഒരു മെയിനായിട്ടും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണ് നമ്മൾ കാണുന്നുണ്ട്. അവിടെ പത്രോസ് എഴുന്നേറ്റ് അവരുടെ ചെന്നു. അപ്പോൾ അവനും മാളികമുറി കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങൾ ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവിടെ ചുറ്റും നിന്നു. അപ്പോൾ താൻ ചെയ്ത വലിയൊരു പ്രവൃത്തി എന്നുള്ളത് ഡ്രസ്സില്ലാത്തവർക്ക് ഡ്രസ്സ് കൊടുക്കുന്ന ഒരവസ്ഥ, ഒരു കാര്യം താൻ ചെയ്യുന്നു. തൻ്റെ ചിലപ്പോൾ പ്രൊഫഷൻ അതായിരിക്കാം, തൻ്റെ കയ്യിലുള്ള ഒരു തൻ്റെ ജോലി ഈ തുന്നുന്ന ജോലിയായിരിക്കും. അപ്പോൾ താൻ അവിടെ ഉള്ളവർക്കൊക്കെയും, പ്രത്യേകിച്ചും വിധവന്മാരുള്ളവർക്കും അങ്ങനെ ദരിദ്രമായിട്ടുള്ളവർക്കൊക്കെയും താൻ ഒരുപാട് ഡ്രസ്സ് തയ്ച്ച് താൻ തന്നെ തുന്നി ഡ്രസ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം വന്ന് അവിടെ ഇരുന്ന് അവർ ആ കുപ്പായം എല്ലാം കാണിച്ച് അവിടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ അത്രമാത്രം ഈ തബീതയെ സ്നേഹിച്ചു. കാരണം തബീത അവരെ ഒരുപാട് അവരെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ തബീത മരിച്ചു കിടന്ന സമയത്ത് ഈ വിധവന്മാരായിട്ടുള്ളവർ വരികയും ഈ ഡ്രസ്സും എല്ലാം അവിടെ വെച്ച് അവരവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അവർക്കറിയാമായിരുന്നു എത്രമാത്രം നല്ലൊരു വ്യക്തിയാണ് തബീത, എത്രമാത്രം അവരെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു തബീത. ആ തബീത അവരിൽ നിന്നും പോയി കഴിഞ്ഞപ്പോൾ, അവരിൽ നിന്ന് മാറ്റപ്പെട്ട് അവരിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ദുഃഖമായിരുന്നു അവർക്ക് ആ ഒരു സമയത്തുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു അവസ്ഥ അങ്ങനെ ആയി. പക്ഷേ നമുക്ക് പത്രോസ് തബീതയെ ജീവൻ കൊടുത്ത് പത്രോസ് എഴുന്നേൽപ്പിക്കുന്നതായിട്ട് പത്രോസ് പ്രാർത്ഥിച്ച് എഴുന്നേക്കാൻ പറഞ്ഞ്, യേശു കർത്താവ് ചെയ്ത പോലെ തന്നെ എഴുന്നേക്കാൻ പറഞ്ഞ് ജീവൻ കൊടുത്ത് ജീവൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരെല്ലാവരും സന്തോഷിക്കുന്നതായിട്ട്, അവരെല്ലാവരും ഈ ദൈവത്തെ അറിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ തബീതയുടെ ആ ജീവിതം നോക്കുമ്പോൾ തബീതയെ പറ്റി നോക്കുമ്പോൾ ഒരു എന്തുമാത്രം ഹമ്പിളായിട്ടുള്ള വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം താൻ ഒരുപാട് ധർമ്മങ്ങൾ താൻ അവിടെ ചെയ്യുന്നുണ്ട്, താൻ ഒരുപാട് സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു ഡ്രസ്സ് മാത്രം തയ്ച്ചു കൊടുക്കുന്ന ജോലി മാത്രമല്ല, താൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ താൻ ചെയ്യുന്നുണ്ട്. പല ധർമ്മങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ പണം കൊടുത്തായിരിക്കാം, അല്ലെങ്കിൽ അവർ ശരീരം കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും താൻ അവിടെ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താനൊരു നല്ലൊരു പശ്ചാത്തലത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നല്ലൊരു പശ്ചാത്തലത്തിരിക്കുന്ന വ്യക്തി യേശു കർത്താവിനെ അറിഞ്ഞപ്പോൾ ഇത്രമാത്രം ഒരു ജീവിതത്തിൽ വ്യത്യാസമാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് താൻ ഇത്രമാത്രം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്രമാത്രം ഹെൽപ്പ് ചെയ്ത ഹമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ പേടമാൻ ആ ജീവിയുടെ അതേ ക്യാരക്ടർ പോലെ തന്നെ അതൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ജീവിയെ, അതാണെങ്കിലും ആ മാൻ്റെ ഭംഗിയുള്ള ജീവിയാണ്. അതൊരു സൗമ്യത അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതുപോലത്തെ ഒരു വ്യക്തി തന്നെയായിരുന്നു തബീത എന്ന് നമുക്ക് സാധിക്കാൻ. അതുപോലെ തന്നെ എല്ലാവരെയും വളരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മനസ്സുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തന്നെക്കാൾ പറ്റുന്നതിലും കൂടുതൽ താൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. താൻ നല്ല പ്രവർത്തികൾ ഒരുപാട് പേരെ പല രീതിയിലും താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. വിധവന്മാരായിട്ടുള്ളവരെ അവർക്ക് ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അപ്പം ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ താൻ ചെയ്തത് തനിക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു കഴിവ് താനത് മറ്റുള്ളവർക്കും കൂടെ ആ ഒരു അനുഗ്രഹത്തിനായിട്ട് താൻ അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ തനിക്ക് എല്ലാ സമയത്തും തനിക്ക് ചില പണം കൊണ്ട് സഹായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ചിലപ്പോൾ എല്ലാ സമയത്തും തനിക്ക് ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ താൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? തനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമിലൊക്കെയും താൻ ഇതുപോലെ ഡ്രസ്സ് തുന്നി കൊടുക്കുക, താൻ കുപ്പായങ്ങളൊക്കെ ഉണ്ടാക്കുക, ഉടുപ്പുകളൊക്കെ ഉണ്ടാക്കുക, അതുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് ഇതിനകത്ത് പൈസ ചാർജ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഫ്രീ ആയിട്ട് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം തനിക്ക് ദൈവം കൊടുത്ത ആ ഒരു പ്രൊഫഷൻ, തനിക്ക് കൊടുത്ത ആ ഒരു കഴിവ് താൻ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു അനുഗ്രഹത്തിനായിട്ട് താൻ അവിടെ യൂസ് ചെയ്യുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് എന്നുള്ളത്, ആ പോയിന്റ് ഞാനത് പലതവണ പറയണോ ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം ചിലപ്പോൾ അത് നമുക്ക് അത്ര സുഖകരമായിട്ട് തോന്നുന്നൊരു പോയിന്റ് ആയിരിക്കത്തില്ല. അത് എന്തുകൊണ്ടാണെന്നൂടെ ഞാൻ പറയാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരാഴ്ച മുമ്പുള്ള ആഴ്ചയിൽ
ഞാൻ 3 ദിവസം അടുപ്പിച്ച് തേഴ്സ്ഡേ, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഞാൻ ഓരോ ഫ്യൂണറൽസ് പൊക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പോൾ രണ്ട് ഹിന്ദു ഫ്യൂണറൽസ്, ഒരു ക്രിസ്ത്യൻ ഫ്യൂണറൽ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു ഫ്യൂണറൽ ചുമത്തറ ചർച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഫ്യൂണറൽ അറിയാമല്ലോ അതെങ്ങനെയാണെന്ന്. ഇപ്പോൾ ആ മരിച്ചുപോയ വ്യക്തിയെപ്പറ്റി നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ കുറേ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അനുശോചനത്തോടെ ആയാലും അല്ലെങ്കിൽ പലരും പല മെമ്മറീസൊക്കെ പറയുമ്പോൾ നമ്മൾ പല നല്ല കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. നമ്മളൊക്കെ ഓർക്കും, ഓ നല്ല വ്യക്തി എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്നുള്ളത്, നമ്മളെ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിലൂടെ എന്താ പോകുന്നത്? ആ വ്യക്തി നല്ല കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്, അതോ ആ വ്യക്തി മോശ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ചിന്തിക്കാം. അല്ലെങ്കിൽ അടുത്ത നമ്മൾ എക്സ്ട്രീമായിട്ടായിരിക്കും പറയാൻ പോകുന്നത്. ഇപ്പം നമ്മളാ മരിച്ചു കിടക്കുന്നതെങ്കിൽ നമ്മളെ ഒരു വ്യക്തി എന്ന് കാണുമ്പോൾ ആ വ്യക്തി എന്താ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നത്? എനിക്ക് ഇതുപോലെ പണി എന്നൊരു വ്യക്തിയാണെന്നാണോ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ ഇതുപോലെ എന്നെ ഹേർട്ട് ചെയ്തൊരു വ്യക്തിയാണല്ലോ ഈ മുന്നിൽ കിടക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണോ നമ്മളെ കാണുമ്പോൾ ആ വ്യക്തി ഉള്ളിൽ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ ആ സെയിം വ്യക്തി തന്നെ ചിലപ്പോൾ അനുശോചനം പറയുമ്പോൾ നല്ല കാര്യങ്ങൾ തന്നെ പറയുമായിരിക്കും, നമ്മൾ ഈ നല്ല കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയുടെ മനസ്സിൽ എന്താ കിടക്കുന്നത്? എന്നെ എത്രമാത്രം ഹേർട്ട് ചെയ്ത വ്യക്തിയായി കിടക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. ആ ഒരു കാര്യമായിരുന്നു ഇത്. ഞാൻ പറയണമെന്ന് എനിക്ക് പലതവണ ഇങ്ങനെ ആലോചിച്ചു. പക്ഷേ എനിക്ക് തോന്നി ഇത് പറയണമെന്ന് തന്നെ എനിക്ക് പിന്നീട് ഒരു ചിന്ത എൻ്റെ മനസ്സിലോട്ട് വന്നു. നമുക്ക് പല ചിന്തകളും വരാം. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഹേർട്ട് ചെയ്തൊരു വ്യക്തിയായിരിക്കും. ആ വ്യക്തിയുടെ മരണത്തിനായിരിക്കും നമ്മൾ പോകുന്നത്. ആ വ്യക്തിയുടെ ആ ശവശരീരം അവിടെ കിടക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണുമ്പോൾ സങ്കടം തോന്നും. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ശരിക്കുള്ള ഒരു ഫീലിംഗ് എന്താ എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു കാര്യമാണ് എൻ്റെ മനസ്സിലോട്ട് വന്ന കാര്യം. കാരണം നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന വാക്കുകളായിക്കോട്ടെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളായിക്കോട്ടെ, അതൊക്കെയും മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അതെൻ്റെ മനസ്സിലോട്ട് വരികയായിരുന്നു. കാരണം ഈ സ്ത്രീകൾ ഇവർ ഇത്രയും പേര് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്രസ്സും എല്ലാം കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ മനസ്സിലുള്ള ചിന്ത എന്നുള്ളത് ഈ തബീത അവരെ വേദനിപ്പിച്ച കാര്യങ്ങളല്ല. അവരുടെ മനസ്സിലുള്ള ചിന്ത എന്നുള്ളത് ആ സ്ത്രീ ജീവനോടിരുന്നപ്പോൾ ഞങ്ങളെ എന്തുമാത്രം സ്നേഹിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ എന്തുമാത്രം കരുതി, ഞങ്ങളെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ഈ സ്ത്രീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളൊരു മനസ്സിലാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. അല്ലാതെ ഈ സ്ത്രീ ജീവിച്ചിരുന്നപ്പോൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് വരുത്തിക്കൊണ്ടിരുന്നു ഒരു മെസ്സേജ് അല്ല ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ, കാരണം ഇത് ഞാൻ പല ഫ്യൂണറലും കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മളെ കാണുന്ന വ്യക്തി, ആ വ്യക്തിയുടെ മനസ്സ് നമ്മളെപ്പറ്റി എന്താ വരുന്നത്? ഈ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ എന്നെ ഇതുപോലെ വേദനിപ്പിച്ചിട്ടില്ലാത്തൊരു വ്യക്തി വേറെ ഇല്ലെന്നുള്ളൊരു ചിന്തയാണോ ആ വ്യക്തി നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്? അതോ ആ ഉണ്ടായിരുന്ന സമയത്ത്, നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് ആ വ്യക്തിയെ അത് സ്നേഹിച്ച ഒരു വ്യക്തിയാണോ ആയിരുന്നു എന്നുള്ളൊരു ചിന്തയാണോ അവരുടെ മനസ്സിലോട്ട് വരുന്നത്? അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലൊക്കെയും നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. പ്രത്യേകിച്ചും നമ്മൾ ഇപ്പോഴത്തെ കാലം നോക്കുകയാണെങ്കിൽ പല എക്സ്പീരിയൻസും നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഞാൻ തന്നെ അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ വിശ്വാസികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിശ്വാസികളൊക്കെ എന്ത് ഭേദമാണെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ചില അവിശ്വാസികളായിട്ടുള്ളവരുടെ ആ മോറൽ സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ നമ്മൾ വിശ്വാസികളൊക്കെ ഒന്നുമല്ല, നമ്മളൊക്കെ അവരെ കണ്ടു പഠിക്കണം. ആ ഒരവസ്ഥയിലേക്ക് എത്തി വിശ്വാസികളെന്ന് പറയുന്ന കൂട്ടം തന്നെ. അപ്പോൾ തന്നെ ഞാൻ പല അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികളല്ല ചില കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്, ശരിക്കും നമ്മൾ അവിശ്വാസികളും കൂടെ ചിലത് നോക്കണം. അവരുടെ ചില ക്വാളിറ്റി ശരിക്കും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ചില പ്രവൃത്തികൾ തന്നെ, നമ്മൾ ഒരു വിശ്വാസികൾക്ക് പറ്റിയ പ്രവൃത്തി നമ്മൾ പോലും ചിലപ്പോൾ ചെയ്യാറില്ല. അല്ലെങ്കിൽ ചില ആ വ്യക്തികൾ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് തോന്നും, ഇത് എന്താ ഇങ്ങനെയെന്നൊക്കെ നമ്മുടെ മനസ്സിലോട്ട് തന്നെ തോന്നും. അപ്പോൾ
അപ്പോൾ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ, പ്രത്യേകിച്ച് നമ്മൾ ദൈവത്തിന് മക്കളാകുമ്പോൾ നമ്മൾ വളരെ നമ്മളെ സൂക്ഷിക്കണം. കാരണം നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിന് അത് മഹത്വപ്പെടാനും ഇടയായിത്തീരും, അതുപോലെ അതിന് നാണം കെടുത്താനും ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നമ്മൾ ഒരുപാട് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിലായാലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെയും നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഒരു അടുത്തൊരു പോയിൻ്റായിട്ട് ഞാൻ പറയുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ നോക്കുകയാണ്, ആ സെയിം പോലെ തന്നെയാണ്. നമ്മൾ ഹെൽപ്പ് ചെയ്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ തന്നെ നമുക്കത് പിന്നീട് പ്രശ്നമാകുന്ന ഒരവസ്ഥ ഇപ്പോഴത്തെ കാലം എന്നുള്ളത്. അത് എനിക്ക് പേഴ്സണലായിട്ട് പല അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ തിരിച്ച് നമ്മൾ നല്ല മനസ്സിൽ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും, പക്ഷെ അത് നമുക്ക് തിരിച്ചത് പ്രശ്നമായി തീരാനായിട്ട് അത് പിന്നെ ഇടയാകത്തുള്ളൂ. അപ്പോൾ തന്നെ ചിലപ്പോഴൊക്കെ ഞാൻ തന്നെ ചില ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും, ഹെൽപ്പ് ചെയ്യണോ, ഇത് എനിക്ക് തിരിച്ച് ഇത് പ്രശ്നമാകത്തല്ലേ ഉള്ളൂ എന്നൊക്കെ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതിലൂടെ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ചിന്തിക്കുന്നുള്ളൂ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അത് നമുക്കൊരു ദൈവമക്കൾ എന്ന നിലയിൽ നമുക്കതിനൊരു ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മൾക്ക് പല കഴിവുകളും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ കഴിവുകളൊക്കെ നമ്മൾ നമ്മുടെ കാര്യത്തിനു വേണ്ടി മാത്രം യൂസ് ചെയ്യാതെ നമ്മൾ മറ്റുള്ളവർക്കും കൂടെ അതൊരു സഹായകരമാകുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതായിരുന്നു തബീത ചെയ്തത്. തബീതയ്ക്ക് കിട്ടുന്ന തൻ്റെ ഒരു സ്കില്ലായിരുന്നു തുന്നുക എന്നുള്ളത്. തൻ്റെ ഒരു പ്രൊഫഷൻ അതായിരുന്നു. താൻ തന്നെ മെറ്റീരിയൽ വാങ്ങിക്കുന്നു, താൻ തന്നെ സമയമെടുത്ത് താനെല്ലാം തുന്നുന്നു. താൻ എന്നിട്ട് അതെല്ലാവർക്കും, അവിടെ ഉള്ളവർക്ക്, പാവപ്പെട്ടവർക്കും അതുപോലെ വിധവന്മാർക്കൊട്ടുള്ളവർക്കെല്ലാം താൻ ആ ഡ്രസ്സ് തയ്ച്ച് താൻ കൊടുക്കുന്നു. അപ്പം അതാണ് താൻ ചെയ്ത ഒരു കാര്യം. അങ്ങനെ പല കാര്യങ്ങളും താൻ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ തനിക്ക് കൊടുത്തിരുന്ന കഴിവ് തൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, താൻ മറ്റുള്ളവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയും കൂടെ താൻ അത് യൂസ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ദൈവം നമ്മുടെ ജീവിതത്തിൽ പല ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു അവസ്ഥ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു തബീത എന്നുള്ളത്. അവരുടെ ബ്ലഡ് റിലേഷനോ അങ്ങനെ ഒന്നുമല്ല, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നവരുടെ ഒക്കെ. പ്രത്യേകിച്ച് ആ കരയുന്ന വ്യക്തികളുടെ ബ്ലഡ് റിലേഷൻ ഒന്നും ആയിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും ഈ തബീത മരിച്ചു എന്നുള്ള ആ ഒരു കാര്യം കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായി, നല്ല സങ്കടമായി. അവരെല്ലാം നല്ല കരച്ചിലായിരുന്നു അവിടെ. അവരാണെങ്കിൽ പ്രത്യേകിച്ചും അവരുടെ കയ്യിലുള്ള ഡ്രസ്സൊക്കെയും ചിലപ്പോൾ ഒരു പക്ഷേ ഈ തബീത കൊടുത്ത തുണികളായിരിക്കും. അപ്പോൾ ഈ തുണികളൊക്കെയും കാണുമ്പോൾ ചിലപ്പോൾ അവർ വന്നിരിക്കുമ്പോൾ ഇട്ടിട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ ആ തബീത കൊടുത്ത ഡ്രസ്സായിരിക്കും. അപ്പോൾ ആ ഡ്രസ്സും കൂടെ ഇട്ടും കൂടെ ആ ശവത്തിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ, അത് മാത്രമല്ല ആ വ്യക്തിയുടെ സ്നേഹവും അതുപോലെ താൻ തന്ന ഡ്രസ്സും ഇട്ട ശവത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ എന്തുമാത്രം ഹൃദയത്തിനൊരു വേദനയോടായിരിക്കും അവരവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷേ ദൈവം അതെല്ലാം വരുത്തിയ ദൈവത്തിന് ഇതിനെല്ലാം വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായിരുന്നു ആ തബീതയ്ക്ക് ജീവൻ കൊടുക്കാനായിട്ടും അതൊക്കെയായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ എന്നുള്ളത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നമ്മൾക്കറിയാം, നമ്മളിൽ നിന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും നമ്മളിൽ നിന്ന് മരണം വഴി വേർപെട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ പക്ഷേ അതെല്ലാം ദൈവത്തിന് അതിന് പിന്നിൽ എല്ലാ ഉദ്ദേശം ഉണ്ടെന്ന് നമുക്ക് കാണാനിടയായിത്തീരും. ഈ മരണം കാണുമ്പോൾ ഈ ഉയർപ്പിച്ച സംഭവമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ മരണം കാണുമ്പോൾ നമ്മൾ ഓർക്കും എന്ത് നഷ്ടമാണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. കാരണം ആ ഒരു നല്ലൊരു വ്യക്തി, എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തി, എല്ലാവരെയും ഒരുപാട് തൻ്റെ കഴിവിലും കൂടുതൽ താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി അവിടെ നിന്ന് മാറിപ്പോയപ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപാട് സങ്കടം ഉണ്ടായി. പക്ഷേ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അവിടെ ഉള്ളവർക്കൊക്കെയും ഈ യേശു ക്രിസ്തുവിനെ അറിയണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമായിരുന്നു ദൈവത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പത്രോസ് ഇവിടെ വരുവാനായിട്ടും താൻ അവിടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനായിട്ട് തബീത എഴുന്നേൽക്കുക എന്ന് പറയാനായിട്ടും തനിക്ക് പറയാനിടയായിത്തീരുന്നത്. കാരണം ദൈവം പത്രോസിൻ്റെ ഉള്ളിലും ആ ഒരു ചിന്ത കൊടുത്തു. നീ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ പത്രോസിനെ കൊണ്ട് പറയിക്കുവാനായിട്ട് ദൈവം തന്നെ പത്രോസിൻ്റെ മനസ്സിൽ ആ ഒരു ചിന്തയും കൂടെ കൊടുത്തു.
അല്ലെങ്കിൽ ദൈവം ചിന്ത കൊടുത്തിട്ട് വേണം പത്രോസ് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ആവശ്യം തിരിച്ചങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ. പക്ഷെ പത്രോസ് അതൊന്നും ചെയ്തില്ല. പത്രോസ് ചെയ്തത് അവിടെ ചെല്ലുക, ഇതെല്ലാം കണ്ടു, പ്രാർത്ഥിച്ച് തബീതയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി ജീവനോടെ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. കണ്ണു വന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നെന്നാണ് പറയുന്നത്. എന്നിട്ട് കൈ കൊടുത്ത് എഴുന്നേൽപ്പിച്ച് നിർത്തി. അപ്പം അതിന് അങ്ങനെല്ലാം ചെയ്യാൻ കാരണം ദൈവം ഇവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് അവിടെ ഉള്ളവരെല്ലാവരും കാണിക്കുവാനായിട്ട്. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, നമുക്ക് പിന്നീട് നടക്കാം. ഇത് യോപ്പയിലെങ്കിൽ പലരും കർത്താവിൽ വിശ്വസിച്ചു. അങ്ങനെ പലരും വിശ്വസിച്ചു എന്ന് ഞാനിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ തബീത ഈ വിശ്വാസികളെ മാത്രമല്ല അപ്പോൾ ഹെൽപ്പ് ചെയ്തത്, അവിടെ ഉള്ളവരെ പലരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം തബീത അല്ലെങ്കിൽ അനേകം പേര് രക്ഷിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവിടെ ഇവരെ മാത്രം ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ ഇതുപോലെ ആൾക്കാർ വന്ന് ഒരു മൃതശരീരം കാണാൻ അവിടെ വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അനേകം പേര് പിന്നെ രക്ഷയിലേക്ക് വന്നു എന്നത് നമുക്ക് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി തബീത ആ ഒരു വിശ്വാസികളെ മാത്രമല്ല ബാക്കിയുള്ളവരെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മനസ്സുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ദൈവത്തിന് എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അല്പം വേദനയിലൂടെ കടന്നു പോകും എങ്കിൽ കൂടെ അതിൻ്റെ അവസാനം ഒരു നല്ല കാര്യം കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെപ്പോഴും നമ്മൾ ഹമ്പിളായിരിക്കണം. നമ്മൾ വലിയൊരാളാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം ദൈവം അങ്ങനത്തെ ഒരു മനോഭാവം നമ്മളുടെ ഉള്ളിൽ വരുവാൻ സാധിക്കില്ല. അത് കാരണം യേശു കർത്താവ് എന്തായിരുന്നു ചെയ്തത്? യേശു കർത്താവ് ചെയ്ത് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന അവസ്ഥ എത്തി. അപ്പം അതിനർത്ഥം വെച്ചാൽ യേശു കർത്താവ് തന്നെ ഒരു സെർവൻ്റായിട്ടാണ് ശിഷ്യന്മാരുടെ മുൻപിൽ താൻ അവിടെ ഇടപെട്ടത്. അപ്പം നമ്മളിൽ നിന്ന് എല്ലാവരും ദൈവം ആഗ്രഹിക്കുന്ന സെർവൻ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്നത്. നമ്മൾ വലുതാണെന്നുള്ള ഒരു ചിന്തയിലുള്ള ലീഡർഷിപ്പ് അല്ല, അല്ലെങ്കിൽ വലിയ ആളാണെന്ന ചിന്തയിലുള്ള ഒരു നേതൃത്വ മനോഭാവം അല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പകരം നമ്മൾ മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നവരായിട്ട് മാറുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനോഭാവം നമ്മൾക്കുണ്ടാകണം. ഇപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഒരു പരിധി കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പാടായിരിക്കും. പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ള ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കണം. നമ്മൾ എളിയവന് അത് നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിന് വായ്പ കൊടുക്കുന്ന പോലെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളതുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നതിൽ നമ്മൾ മടിക്കേണ്ട ആവശ്യമല്ല, അതിൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് പല എക്സ്പീരിയൻസും പല അനുഭവങ്ങളും തോന്നുമ്പോൾ നമുക്ക് അടുത്തൊരു ഹെൽപ്പ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ തോന്നിയെന്ന് വരത്തില്ല. പക്ഷേ എന്നാൽ പോലും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനത്തെ ചിന്തകളൊക്കെ മാറ്റി നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് മൂന്നാമത് ദൈവം നമ്മൾ ആഗ്രഹിക്കും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ അത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ അവരുടെ ഒരു നല്ലതിനായിട്ടും കൂടെ നമ്മളത് ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത കാര്യം, നമ്മളുടെ വാക്കുകൾ കൊണ്ടും നമ്മൾ പ്രവൃത്തികൾ കൊണ്ടും നമ്മൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ വളരെ സൂക്ഷിക്കുക. നമുക്ക് ഈസിയായിട്ട് നമുക്ക് മറ്റുള്ളവരെ നമുക്ക് ഹേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ അത് ചെയ്യരുത്. കാരണം ചെയ്തു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിൻ്റെ നാമമാണ് അവിടെ നാണം കെടുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് നമുക്ക് നാണക്കേട്ട് ചിലപ്പോൾ നമ്മൾ മറ്റൊരാൾ ഹേർട്ട് ചെയ്താൽ ചിലപ്പോൾ നമുക്കത് നാണക്കേട്ട് തോന്നത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ നാമമായിരിക്കും പ്രത്യേകിച്ച് അവിടെ നാണം കെട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ദൈവത്തെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകാം. നമുക്ക് ജീവിതത്തിൽ പല ഡിഫിക്കൽട്ടായിട്ടുള്ള പല സാഹചര്യങ്ങളും വരും. ചിലപ്പോൾ നമ്മൾക്ക് അതിന് ആൻസർ പോലും കിട്ടത്തില്ല. ചിലപ്പോൾ നമുക്കുണ്ട ആ ഡിഫിക്കൽട്ട് സാഹചര്യം നമുക്ക് താങ്ങാനാവാത്ത ഒരു പെയിൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു വരും. പക്ഷെ അതിനെല്ലാം പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് നമ്മളെ തന്നെ എപ്പോഴും ഒന്ന് റിമൈൻഡ് ചെയ്യാൻ നമ്മൾ നോക്കുക. നമുക്ക് ചിലപ്പോൾ ആ ചിന്ത ആ സമയത്ത് വരില്ല, സത്യമാണ്. നമ്മൾ ഒരുപാട് വേദനകളിൽ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും ആ ഒരു ചിന്ത അത് വരത്തില്ല. നമ്മളുടെ ഉള്ളിൽ ആ പെയിൻ മാത്രമായിരിക്കും. പക്ഷേ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇതിനെല്ലാം പിന്നിൽ ദൈവത്തിന് നല്ലൊരു പർപ്പസ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ആ പോയിന്റും വെച്ച് ഞാനത് നിർത്തുക. ഒരിക്കൽ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ മരിച്ചു പോകുമ്പോൾ നമ്മളെ പെട്ടിയിൽ നമ്മളവിടെ കിടക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്ത് ചിന്തയാണ് വരുത്തുന്നത് എന്നുള്ളത്
അവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി എന്ത് ചിന്തയാണ് വരുന്നത് എന്നുള്ളതിന് കാരണക്കാരൻ നമ്മളായിരിക്കും. കാരണം ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അനുശോചനം പറയുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളായിരിക്കും, അതൊക്കെ വളരെ ശരിയാണ്. പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്തായിരിക്കും? അതുകൊണ്ട് നമ്മളെ തന്നെ ആ ഒരു കാര്യം കൂടെ ഓർത്തുകൊണ്ട് നമുക്ക് ജീവിക്കാം. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ഹേർട്ട് ചെയ്ത ഒരു ജീവിതം ജീവിക്കണമെന്നല്ല. ഞാനീ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മരിച്ച വ്യക്തി എന്നെ ഹേർട്ട് ചെയ്തത് കൊണ്ടൊന്നും അല്ല ഞാനത് പറയാൻ കാരണം. ആ വ്യക്തി എന്നെ ഒരു രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടില്ല. ആ വ്യക്തിക്ക് എന്നോട് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ ഞാൻ ആ അമ്മച്ചിയെ കാണുന്നത്. ആ അമ്മച്ചിയെ ഞാൻ കാണുമ്പോഴൊക്കെയും എനിക്ക് അമ്മച്ചിയിൽ നിന്ന് സ്നേഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് അമ്മച്ചി എന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും അത് നമുക്ക് മറ്റൊരാളെ ഈസിയായിട്ട് നമുക്കത് ഹേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ പറയുമ്പോൾ അനുശോചനം പറയാനൊക്കെ നമ്മളൊക്കെ മരിച്ചെടുക്കാൻ നമ്മൾ അനുശോചനം പറയാൻ വരുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെപ്പറ്റി നല്ല കാര്യങ്ങൾ മാത്രം പറയത്തുള്ളൂ, നല്ല ഓർമ്മകൾ മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെ അവരത് പറയത്തുള്ളൂ. പക്ഷേ അവർ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരെന്തായിരിക്കും പറയുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മൾ വളരെയധികം നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ പരമാവധി അല്ല, നമ്മളെ കഴിവതും നമ്മൾ മറ്റൊരാളെ ഹേർട്ട് ചെയ്യാതെ നമ്മൾ ജീവിക്കാൻ അതിടയാക്കട്ടെ. ശരിക്കും വളരെ നാണം കെട്ട ഒരു കാര്യമാണ് നമ്മൾ അവിശ്വാസികളെ കണ്ട് ജീവിക്കാൻ പറയുക എന്നുള്ളത്. വളരെ നാണം കെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തുള്ളൂ. കാരണം അവർക്കാണ് നമ്മളെക്കാളും ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര മോറൽ സ്റ്റാൻഡേർഡ്സ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് മാറ്റിമറിക്കാൻ ദൈവം സഹായിക്കട്ടെ. നമ്മൾക്കും വിശ്വാസികളെ കണ്ട് ആ വിശ്വാസികൾ പഠിക്കട്ടെ എന്ന് പറയാനായിട്ട്, നമ്മളുടെ ജീവിതം കൊണ്ട് അത് പറയിപ്പിക്കുവാനായിട്ട് അതിനായിട്ട് ദൈവം നമ്മൾ ഇടയാക്കട്ടെ. ദൈവത്തിന് നമ്മൾ തുറക്കുവാനായിട്ട്. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നമ്മുടെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി വരുവാൻ സാധിച്ച കൃപയ്ക്കായിട്ട് ഓർത്ത് സ്തോത്രം. അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും കർത്താവേ അങ്ങ് ആഹ്വാനം തന്നതിനായിട്ട് ഓർത്ത് സ്തോത്രം കരയേറ്റുന്നു. ഇനിയും കൂടി ഒരുവോളം അങ്ങയുടെ കൃപയിലും കാവലിലും കാത്തുകൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.